ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു IoT TV. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ഇബോ പ്ലെയർ ടി വിയിൽ സ്മാർട്ട് ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതൊരു കോമൺ പ്ലെയർ ആണ് ഇബോ പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ആൻഡ്രോയിഡ് ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ LGയുടെയോ ഏത് വെബ് OS വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൊബൈലിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇബോ പ്രോ പ്ലെയർ എന്നുള്ള സംഭവം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇബോ പ്രോ പ്ലെയർ എന്നുള്ള സാധനം സെർച്ച് ചെയ്യുക. അതിനുശേഷം ഒരുപാട് ഇബോ പ്ലെയർ അവൈലബിൾ ആണ്. കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് ഈ ഒരു ലോഗോയിൽ വരുന്ന ഇബോ പ്ലെയർ ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ ചെറിയ ലോഗോയിൽ വലിയ വ്യത്യാസങ്ങൾ കാണാം. ഇപ്പോൾ അതായത് നമ്മൾ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ കാണുന്ന പോലെയുള്ള ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും വേരിയേഷൻസിലുള്ള ലോഗോസ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ വെബ് OS അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലെയർ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നേരിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇബോ പ്ലെയർ നമ്മുടെ ടി വിയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ വരുന്നൊരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യമേ വരാം. നിങ്ങൾക്കൊരു മാക് അഡ്രസ്സും അതുപോലെ തന്നെ ഡിവൈസ് കീയും കാണാം. ഒരു പക്ഷേ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ നിങ്ങൾക്ക് ഈ മാക് അഡ്രസ്സും ഡിവൈസ് കീയും അവരോട് ഷെയർ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒന്ന് നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു URL നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ നെയിം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു QR കോഡ് ഇവിടെ കാണാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്യുക. നേരിട്ട് ഈ വെബ്സൈറ്റിലേക്ക് ആ ഒരു പേജ് റീഡയറക്റ്റ് ആയിട്ട് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രോം വെബ് ഒരു ബ്രൗസറിൽ അല്ലെങ്കിൽ ക്രോം ബ്രൗസറിലൊക്കെ പോയതിന് ശേഷം ഈ ഒരു ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ibplayer.pro എന്നുള്ള ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി അത് ടൈപ്പ് ചെയ്ത് ഈ ഒരു പേജോട് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ് പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു ലോഗിൻ ടു ആഡ് യുവർ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. മാക് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്, ഡിവൈസ് കീ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ കാണിച്ചിരിക്കുന്ന മാക് അഡ്രസ്സ് ഏതാണോ ആ ഒരു മാക് അഡ്രസ്സും ആ ഒരു ഡിവൈസ് കീയും നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവൈസിലെ മാക് അഡ്രസ്സും അതുപോലെ തന്നെ ഡിവൈസ് കീം വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് പ്ലേലിസ്റ്റ് ഓപ്ഷൻ കാണാം. ഇത് നിങ്ങൾക്ക് M3U ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ XC പ്ലേലിസ്റ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഇപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു മെത്തേഡിലാണ് എല്ലാവരും പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുക. നിങ്ങൾക്കിവിടെ പ്ലേലിസ്റ്റ് നെയിം കാണാം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഹോസ്റ്റ് എന്നുള്ളൊരു ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ യൂസർ നെയിം പാസ്വേഡ് ഇതിനും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യും. ഇപ്പോൾ സാധാരണ നിങ്ങൾ IPTV പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സർവീസ് പ്രൊവൈഡർ നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ ഒരു ഹോസ്റ്റ് URLും നിങ്ങൾക്ക് നൽകും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡർ തന്നിരിക്കുന്ന URL ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഇത് പ്ലേലിസ്റ്റ് നെയിം ചോദിക്കും. ഇതൊരു ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് IPTV ആണ് അല്ലെങ്കിൽ ഏത് സർവീസ് പ്രൊവൈഡറിൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റാർ ആണോ അല്ലെങ്കിൽ ട്രെക്സ് ആണോ എന്താണോ നിങ്ങൾ സെർവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നെയിം നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ സബ്മിറ്റ് ടാബിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ഓൾറെഡി ആ പ്ലേലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ടാബിൽ വന്നു കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പുതിയ പ്ലേലിസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളുടെ ഡിവൈസിലെ ആപ്ലിക്കേഷനിൽ വരിക. എന്നിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് എക്സിറ്റ് പോവുക. നിങ്ങൾ ഓൾറെഡി ഡയറക്റ്റ് കൊടുക്കാതിന് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്ന് എക്സിറ്റ് പോവുക. അതിനുശേഷം വീണ്ടും ഒന്ന് ഈ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ടു വട്ടം ക്ലിക്ക് ചെയ്ത് ബാക്ക് ബട്ടൺ രണ്ടു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ഓപ്ഷൻ വരും. നമ്മൾ ആപ്ലിക്കേഷൻ എക്സിറ്റ് ചെയ്യുകയാണ്. അതിന് ശേഷം വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കാം. വീണ്ടും ഈ ഇൻ്റർഫേസ് വരും. ഇത് വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ടാബിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ആ ഒരു പ്ലേലിസ്റ്റ് ഇതിൽ ലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് നെയിം ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് ടാബിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് പ്ലേലിസ്റ്റ് ഓപ്ഷൻ കാണും. ഓൾറെഡി നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റ് ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതിവിടെ ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വീണ്ടും ഇവിടെ ലൈവ് സെഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചാനൽസ് അവൈലബിൾ ആയിട്ടുണ്ട് ഓൾറെഡി. എല്ലാ ചാനൽസും കൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂവി സെക്ഷനിലും കാര്യങ്ങളിലെല്ലാം ഫുൾ ഡീറ്റെയിൽസും ഇവിടെ ലോഡ് ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇബോ പ്ലെയറിൽ പ്ലേലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇനി എന്തെങ്കിലും കേസിൽ നിങ്ങൾക്ക് ഫുൾ പ്ലേലിസ്റ്റ് ലോഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ 2-3 പ്രാവശ്യം എക്സിറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും റീലോഡ് ചെയ്യുക.
അതുപോലെ തന്നെ ടി വി ഓൺ ആയിരുന്നിട്ട് അല്ലെങ്കിൽ ടി വിയോ അല്ലെങ്കിൽ എന്ത് ഡിവൈസ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടി ചിലപ്പം ആപ്ലിക്കേഷനൊക്കെ ഒന്ന് റീസെറ്റ് ആവാനുള്ള ഒരു അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള IPTV പാക്കേജുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വേൾഡ് വൈഡ് ടിവികളെല്ലാം വർക്കിംഗ് അവൈലബിൾ ആണ്. ഇന്ത്യൻ പ്ലേലിസ്റ്റ്, അതുപോലെ തന്നെ മലയാളം, തമിഴ്, തെലുങ്ക്, ഇന്ത്യൻ എല്ലാ റീജിയണൽ ലാംഗ്വേജിലുള്ള ചാനലുകൾ, മൂവീസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ IPTV പ്ലെയേഴ്സും നമുക്ക് സബ്സ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബീബോ പ്ലെയർ പോലെയുള്ള ഒരുപാട് പ്ലെയേഴ്സ് സർവീസുകൾ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പാക്കേജുകൾ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ സർവീസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യണം. താങ്ക് യു.